ഹായ്ഡാ, ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരേ. ഒരു പുൽച്ചാടീൻ്റെ കഥ. മുമ്പ് സയൻറ്റിസ്റ്റ് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റാണ്. ഒരു സയൻറ്റിസ്റ്റ് ഒരു പുൽച്ചാടീനെ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട്, സാധാരണ ഗ്ലാസ്, നമ്മുടെ ട്രാൻസ്പാരൻറ്റ് കുപ്പി ഗ്ലാസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുൽച്ചാടിയാണല്ലോ, ചാടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പുൽച്ചാടിക്ക് എത്ര വേണമെങ്കിലും ചാടാം, അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി അവൻ ചാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട സയൻറ്റിസ്റ്റിന് സഹിച്ചില്ല. സയൻറ്റിസ്റ്റ് എന്താണെന്ന് പറയാം, നമ്മുടെ ആ ഗ്ലാസിൻ്റെ ഒത്ത നടുക്ക് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സീറ്റ് ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഒത്ത നടുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുൽച്ചാടി എന്താവും, ചാടും അല്ലേ. അപ്പോൾ ചാടുന്ന സമയത്ത് ആ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റിന് തട്ടി അവൻ താഴേക്ക്. അവൻ ഒരുപാട് കാലം അങ്ങനെ അവൻ തട്ടി താഴേക്കൊണ്ട് അവൻ ഇങ്ങനെ നമ്മൾ ചാടിക്കൊണ്ടേയിരുന്നു അവൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെന്ന് പറയോ, ഈ സയൻറ്റിസ്റ്റ് നൈസായിട്ട് നമ്മുടെ ആ ഗ്ലാസ് സീറ്റ് എന്താക്കി എടുത്ത് മാറ്റി. ആ വീണ്ടും പുൽച്ചാടി ചാടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ, എത്ര വരെ പുൽച്ചാടിക്ക് ചാടാൻ വേണ്ടി പറ്റും? ആദ്യം ചാടിയ ഹൈറ്റ് വരെ അവന് ചാടാൻ വേണ്ടി പറ്റും? ഇല്ല, അവന് പറ്റും, പക്ഷെ അവൻ എത്ര വരെ ചാടില്ല. അവൻ എത്രയും ചാടുള്ളൂ. ഈ രണ്ടാമത് നമ്മുടെ ആ ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് സീറ്റ് വെച്ച അത്ര ഹൈറ്റിൽ മാത്രമേ അവൻ എന്താവുന്നുള്ളൂ, ചാടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സാർ എന്തിനാണ് നമ്മുടെ ചാനലിൽ വന്നിട്ട് ഈ ഒരു കഥ പറഞ്ഞത് എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ +1 +2 ബോർഡ് എക്സാമിനേഷന് വേണ്ടി മാത്രമേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെയും നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ അവസ്ഥ. ആക്ച്വലി നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. പക്ഷേ നമ്മുടെ പൊട്ടൻഷ്യൽ ഒരു പർട്ടിക്കുലർ ബാരിയർ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് എന്താവും, സെറ്റാവും. അപ്പം നിങ്ങൾക്ക് പിന്നീട് എൻട്രൻസ് പ്രിപ്പറേഷനൊക്കെ നോക്കുന്ന സമയത്ത് വളരെ എന്തായിപ്പോൾ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ JEE മെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 3 ചാൻസാണ് ടോട്ടലുള്ളത്. ഒന്ന് നിങ്ങളുടെ +2 കഴിയുന്നതോടൊപ്പം തന്നെ, പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ട് 2 വർഷം, ഏതെങ്കിലും ഒരു 3 വർഷമല്ല, +2 കഴിയുന്ന വർഷം, പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ട് വർഷം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ 2 വർഷം വെറും ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഒരു വർഷം അങ്ങോട്ട് പോയി കിട്ടും. ഓക്കെ, ആദ്യത്തെ ഒരു ചാൻസ് അങ്ങോട്ട് പോയി കിട്ടും. റെഡി. പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുൽച്ചാടിയുടെ അവസ്ഥയായിരിക്കും അത്. നമ്മുടെ പൊട്ടൻഷ്യൽ അവിടത്തേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് കയറി വരാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ഇനി JEE അഡ്വാൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 2 ചാൻസേ ഉള്ളൂ. ഒന്ന് +2 കൂടെ, പിന്നെ +2 കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വർഷം. ഓക്കെ, അപ്പം നമ്മൾ ബോർഡ് എക്സാമിനേഷൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചാൻസ് അങ്ങോട്ട് പോയി കിട്ടും. ഓക്കെ, എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് +1 +2 കൂടെ തന്നെ പിന്നെ എന്താ പറയുക, എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് Xylem Kings 11 ബാച്ചുണ്ട്. ഇപ്പോൾ അതിൻ്റെ Kings 11 2.0 നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവസരം കറക്റ്റ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ JEEയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ +1 +2 കൂടെ പ്രിപ്പയർ ചെയ്ത കുട്ടികളാണ് എപ്പോഴും കൂടുതലായിട്ട് ക്രാക്ക് ചെയ്യുന്നത് കാണുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ Xylemത്ത് നിന്ന് +1 +2 കൂടെ പ്രിപ്പയർ ചെയ്ത ഷഹൽ, അതോടൊപ്പം തന്നെ റിസിന്, അതോടൊപ്പം തന്നെ വൈഷ്ണവ് ഉണ്ട്, അതേപോലെ നവീദ്. ഇവരൊക്കെ അതിൻ്റെ ഒരുപാട് എക്സാമ്പിളാണ്. ഇനിയും ഒരുപാട് പേരുണ്ട്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചില പേരുകൾ മാത്രമാണ്. പിന്നെ ഒരു കാര്യം, JEE അഡ്വാൻസ്ഡിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ ഒരു തവണ മാത്രമേ ഓൾ ഇന്ത്യ ടോപ്പർ റിപ്പീറ്റർ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും +1 +2 കൂടെ പഠിച്ച കുട്ടികളാണ് ഓൾ ഇന്ത്യ ടോപ്പർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി മനസ്സിലാക്കുക. സോ കൃത്യസമയത്ത് കൃത്യമായി ഡിസിഷൻ എടുക്കുക, മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. അതിനുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുക, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് JEE ഒക്കെ ക്രാക്ക് ചെയ്ത് നമുക്ക് മികച്ച ഒരു NIT അല്ലെങ്കിൽ IIT എത്തുമ്പോഴാണ്. സോ വൈകിപ്പിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ കാണാം.